രണ്ടാം ഭാര്യ നാലാം ഭാര്യയുടെ ഫേസ്ബുക്ക് ഫ്രണ്ടായി. അതോടെ ഇപ്പോഴാണ് ന്യൂസുകൾ കേൾക്കാൻ ഒരു സുഖം കിട്ടിയത്. കാരണം ഒരുപാട് MDMA കഞ്ചാവും മറ്റുള്ള കാര്യങ്ങളും ഉമ്മാനെ കൊന്ന് പിന്നെ അങ്ങനെയുള്ള മറ്റുള്ള ന്യൂസുകളും കേൾക്കുമ്പോൾ മനസ്സുകൾ ഒരുപാട് വിഷമിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള രണ്ടാം ഭാര്യയുടെ ഫേസ്ബുക്ക് ഫ്രണ്ടായി നാലാം ഭാര്യ കടന്നു വന്നു എന്നറിയുന്ന ഇങ്ങനെയുള്ള ന്യൂസ് കേൾക്കുമ്പോൾ വല്ലാതൊരു സുഖമല്ലേ. ഇത് കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. ഈ വീഡിയോയിൽ ആ പറയുന്ന വാക്കുകളെല്ലാം കേൾക്ക്. ഇതും നമ്മുടെ കേരളത്തിലാണ്. നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. പിന്നെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമന്റും ചെയ്യാനും മറക്കരുത്. പറ്റുമെങ്കിൽ ഷെയറും ചെയ്തോട്ടെ. ഇരിക്കട്ടെ എന്നൊരു സംഭവം. രണ്ടാം ഭാര്യ നാലാം ഭാര്യയുടെ ഫേസ്ബുക്ക് ഫ്രണ്ടായി. അതോടെ വിവാഹ തട്ടിപ്പുകാരൻ പോലീസ് പിടിയിലായി. പത്തനംതിട്ട കോന്നി പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ കാസർഗോഡ് വെള്ളരിക്കുണ്ട് സ്വദേശി ദീപു ഫിലിപ്പാണ് കുടുങ്ങിയത്. 10 വർഷത്തിനിടെ 4 കല്യാണങ്ങൾ. അവിശ്വസനീയമെന്ന് തോന്നുന്ന കാര്യങ്ങൾ സാധ്യമാക്കിയത് 36-കാരനായ ദീപു ഫിലിപ്പാണ്. കോന്നി പുളിമുക്കിലെ ഹോട്ടൽ ജീവനക്കാരൻ. ഒടുവിൽ കൂടെ താമസിച്ചു വന്ന യുവതിയുടെ പരാതിയിലാണ് ഇയാൾ കുടുങ്ങിയത്. 2015-ലാണ് ആദ്യ വിവാഹം. കാസർഗോഡ് സ്വദേശിനിയിൽ 2 മക്കളുണ്ട്. ശേഷം അവരുടെ പണവും സ്വർണവുമായി കടന്നു. പിന്നീട് പരിചയപ്പെട്ടത് കാസർഗോഡ് സ്വദേശിനിയായ മറ്റൊരു യുവതിയെ. ഇവർക്കൊപ്പം തമിഴ്നാട്ടിലായിരുന്നു താമസം. ഏതാനും വർഷങ്ങൾക്ക് ശേഷം അവരെ ഉപേക്ഷിച്ച് പിന്നീട് എറണാകുളം സ്വദേശിയോടൊപ്പമായി താമസം. സമൂഹ മാധ്യമങ്ങളിൽ സജീവമായ ദീപു ഇതിനിടെ ഫേസ്ബുക്ക് വഴി ആലപ്പുഴയിൽ താമസിച്ചു വന്ന കോന്നി സ്വദേശിനിയുമായി അടുത്തു. ബന്ധം പ്രണയമായി. അനാഥനെന്നാണ് പരിചയപ്പെടുത്തിയത്. ഏകാന്ത ജീവിതത്തിൽ കൂട്ടാകണമെന്ന ദീപുവിന്റെ അഭ്യർത്ഥന മാനിച്ച് ഇവർ ഇയാൾക്കൊപ്പം താമസവും തുടങ്ങി. ഇതിനിടെയാണ് ട്വിസ്റ്റ് സംഭവിച്ചത്. രണ്ടാം ഭാര്യ കാസർഗോഡ് സ്വദേശിനിയും നാലാം ഭാര്യയും തമ്മിൽ ഫേസ്ബുക്കിൽ സുഹൃത്തുക്കളായി. ദീപുവിനൊപ്പമുള്ള ചിത്രങ്ങൾ കണ്ടതോടെ രണ്ടാം ഭാര്യ യുവതിയോട് പ്രതിയുടെ പരിണയ ചരിത്രം വിവരിച്ചു. താനും പറ്റിക്കപ്പെടുമെന്നുറപ്പിച്ച യുവതി കോന്നി പോലീസിൽ പരാതി നൽകുകയായിരുന്നു. വിശ്വാസവഞ്ചന, സാമ്പത്തിക തട്ടിപ്പ്, ലൈംഗിക പീഡനം എന്നിവയ്ക്കെതിരായ വകുപ്പുകൾ പ്രകാരമാണ് അറസ്റ്റ്. വഞ്ചിതരായ മറ്റു യുവതികൾ കൂടി പരാതിയുമായി രംഗത്തു വരുന്ന പക്ഷം ദീപു ഫിലിപ്പിന്റെ ഇനിയുള്ള ജീവിതത്തിൽ നല്ലൊരു പങ്ക് അഴിക്കുള്ളിലായിരിക്കും. സിക്കെ അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.